ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്തിട്ട് കാണാം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫില്ലിംഗ് വിത്ത് ഔട്ട്ലൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഫ്ലാറ്റ് ബ്രഷും ഒരെണ്ണം പോയിൻറ്റ് ബ്രഷും എടുത്താണിത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് കളറിൽ ഫ്ലവേഴ്സാണ് കൊടുക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ പിങ്ക് കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനൊന്ന് കളറൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെറൂൺ കളറിലേക്ക് വൈറ്റ് കളർ കുറച്ച് ഒഴിച്ചിട്ടാണ് പിങ്ക് കളറാക്കിയിട്ട് എടുക്കണേ കേട്ടോ. അപ്പോൾ കളറുകളൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും, കറക്റ്റായിട്ടുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ. പെയിൻറ്റ് മിക്സ് ചെയ്യാൻ പാലറ്റിന് പകരമായിട്ട് ഐസ്ക്രീം പാത്രത്തിൻ്റെ അടപ്പനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ക്ലോത്തിനകത്ത് പടമൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു റിങ്ങിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ഉറപ്പിച്ച് വെച്ചത്. താഴെ ഭാഗത്ത് എന്തെങ്കിലും കട്ടിയുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പെയിൻറ്റ് അടിക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് റെഡിയാക്കി എടുക്കണത്, അത് വെച്ചിട്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പൂക്കളായാലും ഈ ഒരു കളർ എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഔട്ട്ലൈനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബ്ലാക്ക് കളറിലോ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ മെറൂൺ കളറായിട്ടാണ് പൂക്കളുടെ ഇതളുകൾക്ക് ഔട്ട്ലൈൻ കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിക്കാം കേട്ടോ. മിക്സ് ചെയ്യണ വീഡിയോസ് അടുത്തത് ഇടുന്നതായിരിക്കും. ഫുള്ളായിട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.